ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതും അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ ഈ 2024 എക്സ്പയർ ആകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നിർബന്ധമായിട്ടും പുതിയ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ പഴയ വീഡിയോയിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തണം. മാത്രമല്ല, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് സർവീസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ ഗൂഗിൾ ആഡ്സെൻസിൽ റീസബ്മിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുന്നത് ക്രോമിലാണ്, ഡെസ്ക്ടോപ്പ് വേർഷനിലാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഗൂഗിൾ ആഡ്സെൻസ് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം, എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസിൽ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ യൂട്യൂബ് ചാനലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ട് ടാക്സ് ഫോം എക്സ്പയർ ആകുന്നുണ്ട്, പുതിയത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലാണ് നമ്മൾ പുതിയ ഒരു ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യാണ്. ക്രോമിൽ പോയിട്ട് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് സെർച്ച് ചെയ്തു ശേഷം നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരു ഭാഗം കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നതിന്. ഈ ഒരു പേയ്മെൻറ്റ്സ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ മാനേജ് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു പേജ് ലോഡായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ എന്നുള്ള ഭാഗത്തുള്ള ഒരു പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മുമ്പ് കൊടുത്ത ടാക്സ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അവിടെ കാണാം. ഇവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു ടാക്സ് ഇൻഫർമേഷൻ കാണാം. ഇതിൻ്റെ ഒരു എക്സ്പയർ ഡേറ്റ് 2024 ഡിസംബർ 31. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു അക്കൗണ്ടിൽ നോട്ടിഫിക്കേഷൻ അലേർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് ന്യൂ ഫോം എന്നുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് ന്യൂ ഫോം എന്നുള്ളത് കൊടുക്കുക. ഇവിടെ സ്റ്റാർട്ട് ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ പഴയത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സൈൻ ഇൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ പുതിയത് കൊടുക്കാനുള്ള പേജ് ലോഡായിട്ട് വരുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ സിറ്റിസൺ ആണോ അതല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളാണോ എന്നുള്ളതാണ്. നമുക്ക് അവിടെ താമസിക്കുന്ന ആളല്ല, സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് നോ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം, നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണ്. ഇനി ബിസിനസ് ടൈപ്പൊക്കെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ആഡ്സെൻസ് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ടിക്കറ്റ് കൊടുത്ത ശേഷം സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്.
യെസ്, ഇവിടെ നെയിമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് കൺട്രിയാണ്. അപ്പോൾ നമ്മുടെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഫോറിൻ ടിൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നമ്മൾ പാൻ കാർഡ് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നമ്മളോട് അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്നതാണ്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ശേഷം മെയിലിംഗ് അഡ്രസ്സ്, നമ്മളെ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അവർ നമുക്ക് മെയിൽ ചെയ്യുന്ന പോസ്റ്റൽ അഡ്രസ്സ് രണ്ടും സെയിം ആണെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുക്കാം. ഇവിടെ സെയിം ആയതുകൊണ്ട് ടിക്കറ്റ് കൊടുത്തു. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ, നിങ്ങൾ താമസം വേറെ സ്ഥലമാണെങ്കിൽ അത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. നമ്മൾ ഇവിടെ ടാക്സ് ട്രീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് US നിന്നുള്ള വരുമാനത്തിൻ്റെ 30% കട്ടാകും. പാൻ കാർഡൊക്കെ ഇല്ലാത്തവർ ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പാൻ കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുകയാണ്. ശേഷം ആ ഒരു ഭാഗം ടിക്കറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് മാത്രം ടാക്സ് പോവുള്ളൂ. ശേഷമുള്ള ഭാഗമൊക്കെ നമ്മൾ ടിക്കറ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചെയ്തു വന്നപ്പോൾ അറിയാതെ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിൻ്റെ ടാക്സ് റിഡക്ഷനൊക്കെ ഏറ്റവും കുറവുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതി. നിങ്ങൾ ഇനി വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് അമർത്തിയിട്ട് ചെയ്താലും മതി. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. പുതിയൊരു പേജ് ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളോട് ഇതിന് മുന്നേ US റിലേ ഗൂഗിൾ സർവീസ് എന്തെങ്കിലും ഉണ്ടോ, ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോ കൊടുക്കാം. ശേഷം ഐ സർട്ടിഫൈ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ പേപ്പർലെസ് ഡെലിവറി അഗ്രിമെൻറ്റ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം. നമുക്ക് പോസ്റ്റ് വഴി ടാക്സ് റിപ്പോർട്ട് വരേണ്ട ആവശ്യമില്ല. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്കത് ടിക്കറ്റ് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടാക്സ് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു PDF ഫോർമാറ്റിൽ നമുക്കവിടെ കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ശേഷം നമുക്ക് ബാക്ക് അടിച്ച ശേഷം ഐ കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു സർട്ടിഫൈ ആൻഡ് സൈൻ എന്നുള്ള ഭാഗം, അണ്ടർ പെനാൽറ്റീസ് എന്നുള്ള ഭാഗം ടിക്കറ്റ് കൊടുക്കാം. ശേഷം നമ്മൾ ഐ സർട്ടിഫൈ എന്നുള്ള ഭാഗം ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഐ ആം ദി ബെനിഫിഷ്യൽ ഓണർ എന്നുള്ളത്, നമ്മൾ തന്നെയാണ് ടാക്സ് ഐഡൻറ്റിറ്റി സെക്ഷന് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് യെസ് കൊടുക്കുന്നു. ശേഷം അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ലീഗൽ നെയിം അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളോട് അഡീഷണൽ ഡോക്യുമെൻ്റ് അവർ ചോദിക്കും. അപ്പോൾ ഇവിടെ അഡീഷണൽ ഡോക്യുമെൻ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 തവണ നമ്മളെ പാൻ കാർഡ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാൻ കാർഡാണ് ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഏതൊക്കെ പറ്റും എന്നുള്ളത് അവിടെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത പാൻ കാർഡ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഭാഗത്തും പാൻ കാർഡ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഗോട്ട് ഇറ്റ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർ റിവ്യൂ ആണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് അപ്രൂവ്ഡ് ആണോ അതല്ല അവരത് ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മെയിൽ വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഈ രീതിയിലാണ് നിങ്ങളുടെ US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു തരത്തിലും ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആകുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഒരു നിലക്കും നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് എടുക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.